ഈ സ്ട്രാറ്റജിയുടെ പേര് ഓപ്ഷനിങ് ആൻഡ് അബ്സോർപ്ഷൻ എന്നാണ്. ഈ നിഫ്റ്റിയുടെ ഫോൾ വന്ന സമയത്ത് ഈ 1340, 1345 ഈ ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്യുന്നത് ഒരു കീ ഏരിയയിലാണ്. അങ്ങനെ 1345 ഈ ക്യാൻഡിലിലെ വിക്ക് ഫോം ചെയ്ത സമയത്ത് വിക്കിൽ ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ ട്രാപ്ഡ് ആയി നിൽക്കുന്നത് കാണാം. ഈ 29K, 7.7K ഈ വിക്കിലുള്ള ഈ റെഡ് ബ്ലോക്സ് എല്ലാം ട്രാപ്ഡ് ആയ സെല്ലേഴ്സ് ആണ്. ഫസ്റ്റ് സൈൻ മാത്രമാണ് അബ്സോർപ്ഷൻ. റിവേഴ്സൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ബയേഴ്സിന് പ്രൈസിനോട് ഇൻട്രസ്റ്റ് തോന്നുകയും അവർ പ്രൈസ് തടിയിൽ നിന്ന് വാങ്ങാനും അവരുടെ ബൈയിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമുക്കൊരു എൻട്രി സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ എൻട്രിയുടെ കൺഫർമേഷൻ വന്നത് 1355 ക്യാൻഡിലാണ്. ഈ 1355 ക്യാൻഡിൽ ഈ കാണുന്ന ഗ്രീൻ ബ്ലോക്സ് എല്ലാം ഇംബാലൻസ് ആണ്. ഇത് സ്റ്റാക്ഡ് ഇംബാലൻസസ് എന്ന് പറയും. ഈ സ്റ്റാക്ഡ് ഇംബാലൻസസ് ഒരു സ്ട്രോങ് സപ്പോർട്ട് അറ്റാക്ട് ചെയ്യും. ഈ സ്റ്റാക്ഡ് ഇംബാലൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി കൺഫർമേഷൻ ആണ്. നമുക്ക് ഈ ക്യാൻഡിൽ, ഈ റണ്ണിംഗ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. പിന്നെ ഈ സ്റ്റാക്ഡ് ഇംബാലൻസിന് താഴെയുള്ള ഈ രണ്ട് ബ്ലോക്സ്, ഈ രണ്ട് ലൈറ്റ് റെഡ് ബോക്സസ്, ഇത് നമുക്ക് SL ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 25,820 ഇവിടെ നമുക്ക് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്മുടെ SL നമ്മൾ ഇതാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 100 പോയിന്റ് റാലി ആയിരുന്നു. ഇത് നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യായിരുന്നു യൂസിങ് സിമ്പിൾ ഓർഡർ ഫ്ലോ അബ്സോർപ്ഷൻ.